ഇനിയിപ്പം മൈക്കൊക്കെ വെച്ചുള്ള കളി. ഇന്ന് നമ്മൾ എവിടേക്കാ പോകുന്നത്? ഞങ്ങള് അമിതനെ കാണാൻ പോവാം അല്ലേ? ജസ്റ്റ് എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസം ഞാനൊരു ചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും ലണ്ടനിലാണ്. ഏത് ചേട്ടൻ? എൻ്റെ ഒരു ചേട്ടൻ, വാർഡിലെ ചേട്ടൻ. സോ ഇന്ന് നമ്മൾ വീണ്ടും അമിതനെ കാണാൻ ലണ്ടനിൽ പോവാണ്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് കാണിച്ചു അപ്ഗ്രേഡ് ചെയ്ത സാധനം കാണിച്ചു. പുതിയ പുതിയ ചേഞ്ചസ്. മൈക്ക് ഞാൻ വ്ളോഗിങ് എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങി. മൈക്ക് വാങ്ങി. പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. അലിനേജിക്ക് പുതിയ മൈക്കൊക്കെ ഇഷ്ടമായോ? നല്ല രസമുണ്ട്. ഇവിടെ കുത്തി വെക്കാം. പിന്നെ വേറെ കുറെ പരിപാടികളുണ്ട്. ഈ മൈക്കിനകത്ത് മറ്റേ ഇതൊക്കെ ഉണ്ട്, കുറെ തൂര് കണ്ടിട്ടില്ലേ? അതൊക്കെ എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ഗുഡ്. ഹാപ്പി ആണോ? നല്ലോണം. എക്സൈറ്റഡ് ആണോ? കുറെ നാളായി ഗൈസ് ഞാൻ എല്ലാഴ്ചയും കണ്ടിട്ട്. ഒരു 2 weeks ആയോ? 2 weeks. നമ്മുടെ എൻ്റെ ഓണപരിപാടിക്ക് കണ്ടതാ. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോയി. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങളുടെ കൂടെ ആൻമിരിയുണ്ട്, എൽസയുണ്ട്. അവരൊക്കെ ബസ്സിൽ കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ്. നമുക്ക് സ്ഥലം പോകുമ്പോൾ കാണിക്കാം അല്ലേ? ഫുഡ് കഴിക്കുക. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നു ഞാൻ എപ്പോഴും ലണ്ടനിലാണ്. അല്ല ഗൈസ്, നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ലണ്ടനിൽ പോകുന്ന ഫുഡ് കഴിക്കാനാണ്. സോ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നെ പോകുന്നത്. സോ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്പോട്ടിൽ കാണാം. ബൈ. നിനക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടം അവിടെ ഞാൻ പൊക്കോട്ടെ എന്നാല്. ഓക്കെ. നമ്മളിപ്പോ ഗൈസ് ഇതെന്തെന്നറിയാവോ? ബീച്ചില് ഇത് കാണിക്കും. അത് ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ കയറി കിടക്കുക. എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് എന്താണ് പറയുന്നത്? ലാർവ ഈറ്റിംഗ് സൗണ്ടോ? അതെ, അതാണ് ഗൈസ്. ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോ. വേണമെങ്കിൽ നിങ്ങൾ ചെവി അവിടെ വെച്ചു കൊടുക്കും. ഇതിനകത്തൊന്നും കേൾക്കാൻ പറ്റുന്ന ലാർവ ഈറ്റിംഗ് സൗണ്ട് അല്ലേ? ബീറ്റിൽ ലാർവ ഈറ്റിംഗ് സൗണ്ട് എനിക്കും കേൾക്കാൻ പറ്റും. ഞാൻ തള്ളുമല്ല, ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. നീ എന്നെ തള്ളുന്നതായി പറഞ്ഞേ. നമ്മൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ. ഇതാണ് ഗൈസ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. സോ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? ആൻമരിയോടൊരു ചേട്ടനൊക്കെ ഫോട്ടോ എടുക്കാൻ ചോദിച്ചു. സോ വളരെ കൈൻഡായിട്ടുള്ള ആൻമരി അതൊക്കെ എടുത്തു കൊടുക്കും. ഇതിന്റെ ചരിത്രം എനിക്കറിയില്ല. ആൻമരിക്ക് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ. അറിഞ്ഞൂടാ, ആർക്കും അറിയില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അയ്യോ, ആൾക്കാർ അത് സമ്മതിക്കില്ല. ആൾക്കാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ തെറി വിളിച്ചു. നിന്നെ നമ്മൾ ആ വഴിയിലേക്ക് നടക്കുകയാണ്. ഇതാണ് നാച്ചുറൽ മ്യൂസിയം. ഓക്കെ, നല്ല ആർക്കിടെക്ചറാണ്. ഡെഫിനറ്റ്ലി നല്ല രസം. കൊള്ളാം. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി എടുക്കുന്നുണ്ട്. ഒന്നും പറയണ്ട. നമ്മളെന്താ ഇവിടെ നമ്മള് ഏതോ ഒരു മ്യൂസിയം. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങള് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലാണ് ഗൈസ് വന്നിരിക്കുന്നത്. സോ ഇവിടെ എന്തോ എനിക്കറിയില്ല ഇതിനെ കുറിച്ച്. ഞങ്ങള് കണ്ടിട്ട് ബാക്കി ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ആദ്യം ടിക്കറ്റ് എടുക്കണം. അയ്യോ, അതെ, ടിക്കറ്റ് എടുക്കണം. നീണ്ട ക്യൂ ആണ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഈ ബിൽഡിംഗ് മൊത്തം കിട്ടുന്നില്ല. ഈ സാധനത്തിന്റെ പേരണ ഇത് ഞാൻ ഇത് സെൽഫി സ്റ്റിക്ക്. ഗോപ്രോ ഒക്കെ വെക്കാനുള്ള സെൽഫി സ്റ്റിക്ക് ആണ്. നീ കളിച്ച് നിന്റെ ഫോൺ തറയിട്ട നാണക്കേടാവുക. കേട്ടല്ലോ, ഇത്ര ആൾക്കാർ വേണ്ടി കളിച്ച് അല്ല ഞാൻ ഈ ഇതിന്റെ
ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല ഗൈസ്. സോ ഞങ്ങൾക്ക് ഇവിടെ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് കിട്ടുമല്ലോ. ഞാൻ ഞങ്ങളെ ക്യൂ നിൽക്കാൻ തീരുമാനിച്ചു. അല്ലച്ചിക്ക് കുഴപ്പമുണ്ടോ വെയിറ്റ് ചെയ്യുന്നത്? ഇല്ല, നിന്റെ വേറെ ടിക്കറ്റ് എനിക്ക് കുഴപ്പമില്ല ഗൈസ്, വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഓക്കെയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഈ ബിൽഡിംഗ് മൊത്തം കിട്ടുന്നില്ല. നമുക്ക് തിരിച്ചു പോകുന്ന ടൈമിൽ ബിൽഡിംഗ് കിട്ടുന്നത് അവിടെ വന്നിട്ടാണ് ഉണ്ടല്ലേ. അതെ ഗൈസ്, നല്ല രസമുള്ള സ്ഥലം. ഇത് നല്ലൊരു സാധനം. ഈ കമ്പ് നല്ലൊരു ഗുണമുള്ള സാധനം. ഹായ് ഗൈസ്. സുഖാണോ? 10 മണി വെച്ചു ഗൈസ്. ഞാൻ വീണ്ടും പറയാം, സുഖമാണ്. ഹാപ്പിയാണോ മ്യൂസിയം കണ്ടത്? 2 വർഷമായി ഇവിടെ ആദ്യമായിട്ട്. ഏതോ ഒരു വലിയ ഞങ്ങളൊരു 3 വർഷം ഇവിടെ വന്നിട്ട് പക്ഷെ ഫസ്റ്റ് ടൈം ആയത് കാണാൻ വരുന്നത്. എൽസിക്ക് കാണാൻ വേണ്ടി വന്നതല്ലേ. എൽസിനെ എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് മ്യൂസിയം കാണാൻ. എനിവേ നമ്മൾ മ്യൂസിയം കാഴ്ചകൾ എപ്പോഴും എന്നോട് എല്ലാവരും പറഞ്ഞു ഞാൻ എന്റെ വർത്താനം കൂടുതൽ ഇടുന്നേന്നാ. എനിക്ക് എപ്പോഴും ആൾക്കാർ പറയുന്നത് ഞാൻ എന്റെ വ്ലോഗ് കൂടുതൽ ഇടുന്നേന്നാ. സോ ഞാൻ ഇന്ന് അങ്ങനെയല്ല, സ്ഥലം കാണില്ല. കഴിഞ്ഞ തവണ ഞാൻ കേംബ്രിഡ്ജിന്റെ വ്ലോഗ് ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞാൻ ഇങ്ങനെ കിടന്ന് വായിട്ടലക്കുന്നത് മാത്രമേ ഉള്ളൂ. കേംബ്രിഡ്ജ് പോരും പിക്ചേഴ്സ് ഇങ്ങനെ സ്ഥലം കാണിച്ചു. ഓക്കെ, ഇനിയിപ്പോ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല ഗൈസ്. സോ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ വരുന്നവർക്ക് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നടന്ന് കയറണമെന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. ഞാനാണെങ്കിൽ ഇതൊന്നും എടുക്കാതെ ഇതെന്താ ചാൾസ് ഡാർവിന്റെ പ്രതിമയൊക്കെ ഇവിടെ ഉണ്ട്. സോ ചാൾസ് ഡാർവിനെ കണ്ടു. അമിതിക്ക് ഒറ്റ നോട്ടത്തിൽ ചാൾസ് ഡാർവിനെ മനസ്സിലായില്ല. അതിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക്. എല്ലാവർക്കും എനിക്ക് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല, ഞങ്ങൾക്ക് അറിയില്ല ഗൈസ് ചാൾസ് ഡാർവിനെ. എനിക്കറിയാം, അല്ല അറിയാം, പരിണാമം. പരിണാമം തിയറി ഓഫ് ഇവല്യൂഷൻ കണ്ടുപിടിച്ച ക്ലാസ് എടുക്കുന്നു ബയോളജി. അപ്പൊ പിന്നെ ഞാൻ ഇവിടുന്ന് പോവാണ്. ക്ലാസ് ചാൾസ് ഡാർവിൻ എന്തോ ഞങ്ങളുടെ പിന്നിലുണ്ട്. ഇവിടെ നിന്നാ Thank you.